സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. ബാലകാണ്ഡം. രാമഹൃദയം. കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ വാമാംഗ സംസ്ഥയായ ഹൈമവതി ദേവി ഒരിക്കൽ വളരെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ച് തന്നാൽ കൊള്ളാം എന്നപേക്ഷിച്ചു. ജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടിയ വിജ്ഞാനത്തെയാണ് ഉപദേശിപ്പാൻ അപേക്ഷിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ശ്രീരാമൻ്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചാൽ കൊള്ളാമെന്നും അപേക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആധ്യാത്മ രാമായണോപദേശത്തിനു വേണ്ടി ശിഷ്യയായ പാർവതീ ദേവിയുടെ ചോദ്യം. ഈ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ആചാര്യനായ ശ്രീ പരമേശ്വരൻ ആധ്യാത്മ രാമായണത്തെ ഉപദേശിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടി ബലപ്പെടുത്താൻ വേണ്ടിയോ എന്ന് തോന്നുമാറ് ഉപദേശത്തിൻ്റെ ആരംഭവും ഇതേ തത്വത്തെ പറഞ്ഞുകൊണ്ടാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടിയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനും കഴിയൂ എന്ന സിദ്ധാന്തമാണ് അതിനടിയിലുള്ളതെന്നും ബോധിക്കാം. പരമമായ തത്വത്തെയാണ് രാമനായി ആവിഷ്കരിച്ചതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റ് തത്വങ്ങളെയും അവയുടെ ഉപാധികളെയുമാണ് രാമനോട് ബന്ധപ്പെട്ട മറ്റ് ജനങ്ങളായും അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ധരിക്കണം. ഈ ദൃഷ്ടി വെച്ചുകൊണ്ട് വേണം നാം രാമായണത്തിലേക്ക് കടക്കാൻ. എങ്കിലേ രാമായണത്തിൻ്റെ സൗന്ദര്യത്തെ വേണ്ട പോലെ ആസ്വദിക്കാൻ പറ്റൂ. പ്രസ്തുത ദൃഷ്ടിയിൽ കൂടി രാമായണത്തെ വീക്ഷിക്കുമ്പോൾ കഥകളും പാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രമാണ്. അവയെ തട്ടിക്കളയുമ്പോൾ ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായ വേദാന്ത തത്വം മാത്രമാണ്. ഇതാണ് അധ്യാത്മരാമായണം. കഥാരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമാണെന്ന് പറയാനും കാരണം ശ്രീ പാർവതീദേവിയുടെ ഭക്തി ശ്രദ്ധാ വിനയ പുരസരമുള്ള ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ആദ്യം തന്നെ ദേവിയെയും ദേവിയുടെ ചോദ്യത്തെയും പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അരുളി ചെയ്യുകയാണ്, നീ ധന്യയും ഭാഗ്യവതിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീരാമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുവല്ലോ. സാധാരണ ആരും പതിവില്ലാത്തതാണ് രാമതത്വാന്വേഷണം. നിനക്കത് ചെയ്യാൻ തോന്നിയെന്നത് ഭാഗ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സൂചനയാണ്. എത്രയോ ജന്മങ്ങളിൽ ആർജിച്ച സുഹൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവായ ഒരാൾക്ക് ഭാഗ്യകാലത്ത് മാത്രമാണ് രാമായണ തത്വാന്വേഷണവും അറിവും ഉണ്ടായി തീരുന്നതെന്ന് ഈ അഭിനന്ദനം കൊണ്ട് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. രാമതത്വത്തെ ഒരാൾക്ക് ശരിക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായി എന്നും അതിൻ്റെ മാഹാത്മ്യ കഥനം കൊണ്ട് വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു. ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവ് എന്നർത്ഥമാണ്. അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും പ്രകൃതിക്ക് അതീതവും എല്ലാറ്റിനും കാരണവും സർവോപാധി വിനിർമുക്തവും അപരിഛിന്നവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരമ ചൈതന്യത്തെയാണ് രാമനെന്ന് പറയുന്നത്. ആധ്യാത്മ രാമായണമാകുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെയോ രാമനെന്ന് പറയുന്നുവോ അവിടെയൊക്കെ ഇതേ അർത്ഥത്തെ ധരിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ പരമാത്മാവിനധീനയും വിശ്വസൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മികയുമായ മൂലപ്രകൃതിയെയാണ് സീതയെന്നും പറയുന്നത്. സീത എന്ന ശബ്ദത്തിനും ഇതേ അർത്ഥത്തെയാണ് ഈ ഗ്രന്ഥത്തിൽ എല്ലായിടത്തും ഗ്രഹിക്കേണ്ടത്. വാങ്മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പറയപ്പെട്ട പ്രകൃതിയും പരമാത്മാവുമാകുന്ന തത്വങ്ങളെന്ന കാരണത്താൽ മന്ദപ്രജ്ഞരായ മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ പ്രസ്തുത രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ വസ്തുത ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടെ വ്യക്തമായി അറിയാൻ
കഴിയുന്നതിനാൽ അതിനെ ഇവിടെ ഉപന്യസിക്കാം. രാവണവധാനന്തരം അയോധ്യയിൽ മടങ്ങിവന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും കിഷ്കിന്ധയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനിച്ചയച്ച ശേഷവും അത്യന്ത ഭക്തനായ ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെയും കുറേ ദിവസം രാമപാദ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അയോധ്യ രാജധാനിയിൽ തന്നെ താമസിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി സിംഹാസനാസീനനായിരിക്കുന്നതിനെ കണ്ട് ഭക്ത ശ്രേഷ്ഠനായ വായുപുത്രൻ ഭക്തി പരവശനായി പതുക്കെ അടുത്തു ചെന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് വണങ്ങി. അർദ്ധ നിമീലിത നേത്രനായി കൂപി തൊഴുതുകൊണ്ട് മുമ്പിൽ നിന്നു. ഹനുമാന്റെ ഇപ്രകാരമുള്ള ഭക്തി പ്രഭാവത്തെയും ഭഗവാനു വേണ്ടി എന്തും ചെയ്യുവാനുള്ള സന്നദ്ധതയിൽ തഴച്ചു നിൽക്കുന്ന ത്യാഗത്തെയും കണ്ട് ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു. ശ്രീരാമചന്ദ്രൻ ഹനുമാനിൽ തികച്ചും കരുണാപരവശനായി. അതിൻ്റെ ഫലമായി ആഞ്ജനേയന് സത്യമായ ജ്ഞാനം ഉപദേശിക്കാൻ തീർച്ചപ്പെടുത്തി. അത്യന്ത ഭക്തനായ ഈ മാരുതി പരമ നിഷ്കളങ്കനാണ്. രാമഭക്തി കൊണ്ട് ഇവൻ്റെ എല്ലാ ദുരിതങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനപ്രദാനത്തിന് തികച്ചും പാത്രമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സത്യമായ ജ്ഞാനത്തെ ഉപദേശിക്കൂ. മറ്റൊന്നിലും ഇവന് ആഗ്രഹമില്ല എന്നിങ്ങനെ സീതാദേവിയോട് അരുളി ചെയ്തു ഭഗവാൻ. ഭഗവാന്റെ വാത്സല്യപൂർണമായ ഈ വാക്കുകേട്ട ദേവി ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമതത്വത്തിൻ്റെ രഹസ്യത്തെ ഉപദേശിക്കാൻ തുടങ്ങി. വത്സ, ഈ രാമചന്ദ്രൻ എല്ലാറ്റിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനയായ മൂലപ്രകൃതിയും. അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു. പരമാത്മാവായ രാമൻ്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്ക് എല്ലാറ്റിനും ശക്തി ഉണ്ടാകുന്നു. എല്ലാറ്റിനും കർത്താവാണ് രാമൻ. എല്ലാം രാമനാണ് ചെയ്യുന്നത് എന്ന് തോന്നും അജ്ഞന്മാർക്ക്. എന്നാൽ രാമനൊന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത്. എനിക്കുള്ള ശക്തിയാകട്ടെ രാമൻ്റെ സാന്നിധ്യം മാത്രമാണ്. എന്നോടുകൂടാതെ രാമനൊന്നും ചെയ്യാൻ സാധ്യമല്ല. രാമനോടുകൂടാതെ എനിക്കും ഒന്നും ചെയ്യാൻ ശേഷിയില്ല. അതിനാൽ രാമനോടുകൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇരിക്കാറില്ല. അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതായി തോന്നാമെങ്കിലും ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയില്ല. അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രൻ്റെ യാഗരക്ഷയും മാരീച സുബാഹുക്കളെ ശാസിക്കുകയും അഹല്യയെ ഉദ്ധരിക്കലും മഹേശ്വര ചാപഭഞ്ജനവും സീതാവിവാഹവും ഭാർഗവരാമ വിജയവും സത്യരക്ഷണത്തിനു വേണ്ടിയുള്ള വനയാത്രയും വനവാസവും അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിവരലും പട്ടാഭിഷേകവും എല്ലാം രാമൻ ചെയ്തതായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ മൂഢലോകം. എന്നാൽ പറയട്ടെ, സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല. എല്ലാം ഞാനാണ് ചെയ്തത്. ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെക്കൊണ്ടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനാൽ ഞാനും രാമനും ഒന്നിച്ച് ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത്. എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ്. അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആവുന്നില്ല. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ. എല്ലാം രാമൻ ചെയ്യുന്നതായി തോന്നും. പക്ഷെ ഒന്നിനും രാമന് കർത്തൃത്വമില്ല. രാമൻ്റെ സാന്നിധ്യത്താൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെയും രാമസാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത്. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ്. ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു. രാമൻ്റെ വശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു. ഓരോ ശരീരത്തിൽ കൂടിയും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്. മൂഢനായ ജീവൻ പരമാർത്ഥമറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവ് എന്ന് അഭിമാനിക്കുന്നു. അത് കാരണത്താൽ കർമ്മബദ്ധനായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യനിവൃത്തനും സുഖിയുമായി തീരുകയും ചെയ്യുന്നു. വത്സ, ഈ തത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് നിന്നിൽ ആത്മസ്വരൂപിയായി വിളങ്ങുന്ന പരമാത്മാവായ രാമനെ അറിഞ്ഞ് സർവാത്മന ശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്ന് നിവൃത്തനും മുക്തനുമാവൂ.
ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്ത ഉപദേശം. ഇതിൽ നിന്ന് ഭക്തി കൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്തശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായി തീരൂ എന്നും പ്രകൃതി പുരുഷ തത്വങ്ങളെയാണ് സീതാരാമന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ദേവിയുടെ ഉപദേശം കൊണ്ട് കാര്യം മനസ്സിലായെങ്കിലും വാത്സല്യാതിരേകത്താൽ തൊട്ടനുഗ്രഹിച്ചു. തൻ്റെ പുരോഭാഗത്തിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി. ഭഗവാൻ ഹനുമാന് കൊടുക്കുന്ന ഈ ദിവ്യമായ ജ്ഞാനോപദേശമാണ് പ്രസിദ്ധമായ രാമഹൃദയം. വേദാന്ത തത്വം മുഴുവൻ ഇതിലൊതുക്കിയിട്ടുണ്ട്, എന്നാൽ വളരെ ചുരുക്കിയിട്ടാണെന്ന് മാത്രം. ആകാശത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് തത്വം പ്രകടമാക്കുന്നത്. ആകാശത്തെ നമുക്ക് 3 സ്വരൂപത്തിൽ കാണാം. ഒന്ന് മഹാകാശം തന്നെ, എങ്ങും നിറഞ്ഞും ഒന്നിനോട് ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാറ്റിനും ആധാരമായും പരമ നിശ്ചലമായും ഇരിക്കുന്നു മഹാകാശം. ഇതേ മഹാകാശം തന്നെ ഘടാതി പരിമിതോപാധികളിൽ വളരെ ചെറിയ രൂപമായും മഹാകാശത്തിൽ നിന്ന് വേറെയെന്ന് തോന്നത്തക്ക നിലയിലും കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഘടാതി പദാർത്ഥാന്തർഗതമായ അല്പാകാശം മഹാകാശത്തിൽ നിന്നും വേറെയല്ല. എങ്കിലും ഘടാധി ഉപാധിയെ നോക്കുമ്പോൾ വേറെയാണെന്ന് തോന്നുകയും ചെയ്യും. മഹാകാശം തന്നെ ജലാദി പ്രതിബിംബന വസ്തുക്കളിൽ പ്രതിബിംബിച്ചും കാണാം. ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ല, ആകാശ പ്രതിബിംബമാണ്. എങ്കിലും അവിവേകിയായ ബാലൻ ആകാശമെന്ന് തന്നെ ധരിക്കുന്നു. അപ്പോൾ ഒന്നായിരിക്കുന്ന ആകാശം തന്നെ 3 രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും. വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ. അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഘടവും ജലവുമാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഘടാകാശവും ജലാകാശവും ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഘടാകാശം എന്ന ഒരു വസ്തുവില്ല. ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതായി തീരുന്നു. അപ്പോൾ ഘടമുണ്ടാകുന്നതിന് മുമ്പും ഘടത്തിൻ്റെ നാശത്തിനു ശേഷവും ഘടാകാശമില്ല. വർത്തമാനകാലത്ത് ഘട പ്രതീതിയുള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതിയും ഉള്ളത്. ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശമെന്ന പേരുമുള്ളത്. അവയില്ലെങ്കിൽ ആകാശമെന്ന ഒരേ വസ്തു ഒഴിച്ച് മറ്റൊന്നുമില്ലതാനും.